ഇനി ഒരു ബോട്ടിങ്ങിൻ്റെ വിശേഷങ്ങളാണ്. ഈ യാത്ര തുടങ്ങുന്ന കുമരകം ബോട്ടിയാട്ടിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ പണ്ടേ എനിക്ക് പേടിയാണ്, എങ്കിലും ബോട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറി കൈ കൊടുത്തു. ഇനി ഇവിടെ എത്തിപ്പെട്ടതും കൂടെ എങ്ങനെയാണെന്ന് പറയാം. ഞങ്ങളുടെ ഫ്രണ്ട്സ് ശ്രീലക്ഷ്മിയും വിനീതും നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ കുഞ്ഞു ഭേദവിനെ കാണാൻ ഞങ്ങൾ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ പോയിരുന്നു. കുഞ്ഞിനെ കണ്ട് തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോഴാണ് അവർ നമ്മളോട് ബോട്ടിങ്ങിൻ്റെ കാര്യം പറയുന്നത്. എങ്കിൽ പിന്നെ അതും കൂടെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും കരുതി. അങ്ങനെ നമ്മുടെ ബോട്ടും എടത്തോട് വഴി വേമ്പനാട്ട് കായലിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും കുറേ ഹൗസ് ബോട്ട് കിടപ്പുണ്ടായിരുന്നു. വിനീതാണ് നമ്മളോട് ഉണ്ടായിരുന്നത്. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോസിറ്റീവ് വൈബാണ് ആ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് തരുന്നത്. ഇത്തരം ആളുകൾ കൂടെ ഉള്ളപ്പോഴാണ് ശരിക്കും പറയാൻ നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് തോന്നിപ്പോകുന്നത്. എത്ര നേരം വേണമെങ്കിലും ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ ഒട്ടും ബോറടിയില്ല, ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് നട്ടപ്പാതിരേക്കും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് അവരോട് ചോദിക്കാം. ഒരിക്കലും ഒരു നോ നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് കേൾക്കാനേ പറ്റില്ല. ചുരുക്കിക്കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാം നമ്മുടെ ഇടയിലേക്ക് കയറി വന്ന് നമ്മളിൽ ഒരാളായി മാറുന്ന ചില ആളുകൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബോട്ടിങ്ങിനെ പറ്റിയായിരുന്നേ. കുമരകത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബാക്ക് വാട്ടർ റിസോർട്ടിൻ്റെയും ഏക്കറുകൾ നീണ്ടു കിടക്കുന്ന സീസൂർ റിസോർട്ടിൻ്റെയൊക്കെ സൈഡിൽ കൂടെയാണ് നമ്മുടെ ബോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ റിസോർട്ടുകൾ അവിടെ സൈഡിൽ നമുക്ക് കാണാം. എല്ലാത്തിൻ്റെയും പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് അല്ലുവിന് അങ്ങനെ ചെറിയൊരു ഉറക്കമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നേ. അല്ലുവിനെ കുറ്റം പറയാൻ പറ്റത്തില്ല, നല്ല മാരക ഫുഡടി കഴിഞ്ഞിട്ടുള്ള ട്രിപ്പായിരുന്നേ. പോരാത്തതിന് നല്ല തണുത്ത തെക്കൻ കാറ്റും വീശുന്നുണ്ട്. അപ്പം പിന്നെ ആരാ ഉറങ്ങാത്തത്. ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാവേ. മലയാള സിനിമയുടെ നാഴികക്കല്ലായ കുരിശടിയാണ് ഇത്. സ്ഫടികത്തിൽ നമ്മുടെ ലാലേട്ടനെ കുത്തുന്ന ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ നമ്മുടെ മുന്നിൽ കാണുന്ന ആ ബോട്ടില്ലേ, അത് സ്റ്റേറ്റ് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടാണ്. ഇത് മുഹമ്മയിൽ നിന്ന് പാസഞ്ചേഴ്സുമായിട്ട് കുമരകത്തേക്ക് വരുന്ന ബോട്ടാണ്. അങ്ങനെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പതുക്കെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നല്ല കടുപ്പത്തിലൊരു അടിപൊളി ചായ കൂടെ കുടിച്ചിട്ട് നമുക്ക് പിരിയാം.